ഹായ് ഫ്രണ്ട്സ്, തുറക്കാരൻ ജൂനിയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി കടലിൻ്റെ സൈഡിലേക്ക് വന്നിട്ട്, അപ്പോൾ ഇന്ന് അണ്ണം വീശാനായിട്ട് നേരത്തെ വന്നായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി വരാനായിട്ട്. അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞാൽ കൂടുതലും കറണ്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കറിക്കാവുമല്ലോ എന്നും പറഞ്ഞാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. എനിക്ക് വീശുന്ന വീഡിയോയിലേക്ക് പോകാവേ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. വെയിൽ കൊണ്ടിട്ടാണെങ്കിൽ കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല. അണ്ണൻ്റെ ഒരു കൂട്ടുകാരനാണേ. അപ്പോൾ അവർ തമ്മിൽ മീൻ പോകുന്ന പൊസിഷനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേ ഒരു മീനിൻ്റെ പുറകെ ഓടിപ്പോവുകയാണേ. കിട്ടുമോ ഇല്ലയെന്നറിയത്തില്ല, നമുക്കൊന്ന് കണ്ട് നോക്കാം. ആ മീൻ പോയി കേട്ടോ, കിട്ടിയില്ല. അത് വടക്കോട്ടങ്ങ് പോയെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മുടെ പഴയ പൊസിഷനിലോട്ട് വന്നിട്ടുണ്ടേ. മീനിൻ്റെ സ്പീഡെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ണ് ചിമ്മുന്ന നേരം മതി അത് ഓടി അങ്ങ് മാറാൻ. അപ്പോൾ നമ്മൾ അത്രയും കോൺസെൻട്രേഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വല അവിടെ ചെല്ലത്തുള്ളൂ. വൈകിട്ടാണ് ഡ്യൂട്ടി. അപ്പോൾ അതാണ് രാവിലെ വീശാനായിട്ട് വന്നത്. പണ്ണൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുന്ന ചേട്ടനാണ് നിൽക്കുന്നത്. പുള്ളിക്ക് രാവിലെയാണ് ഡ്യൂട്ടി. അപ്പോൾ അതാണ് രാവിലെ വന്നത്. എന്തോ ഒരെണ്ണം വലയിടാത്തുണ്ട് കേട്ടോ. 5-6 കണമ്പാണേ നമുക്ക് കിട്ടിയത്. കണ്ടോ? ശരി. നേരത്തെ കണ്ട കഴിക്കരുത്. നല്ല വാസനയുള്ള മീനായിരുന്നു. നമുക്ക് കിട്ടിയ മീനാണ്. ആകാശദീപമെന്ന് ഉണരുമിടമായോ, താരാങ്കണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്ന് ഉണരുമിടമായോ, താരാങ്കണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണി വാരിളം തിന്നലേ, പൊൻപരാഗമിളകും വാനിളം പൂക്കളെ. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാങ്കണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ഒരു വല വീശുവാണേ. ഇവിടെ സീവാളിൻ്റെ പുറത്ത് വെയിലും കൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് പാടിയതാണ് കേട്ടോ. നമുക്കൊരു കണമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പരിഞ്ഞിലുള്ള കണമ്പാണ് കേട്ടോ. കരിഞ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്തായാലും ഒരു കണമ്പെങ്കിലും കിട്ടിയല്ലോ. വീണ്ടും നമുക്കിപ്പോൾ കിട്ടിയതാണേ ഒരെണ്ണം. വീശി വീശി ആള് കുഴഞ്ഞു. ലാസ്റ്റ് എന്നും പറഞ്ഞ് വീശിയതാണേ. 2 കണമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ. ഒരു കരിഞ്ച കിട്ടിയിട്ട് പോകാൻ പറ്റുമോ? അയ്യോടാ, അതേ പരുന്ത് കൊണ്ടുപോയാ മീൻ. ആകെ കിട്ടിയ 2 കണമ്പ്, അതിൽ ഒരെണ്ണം കൊണ്ട് പരുന്തും പോയി. ഒരു മീനിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ടേ. കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിലാണ് മീൻ ആൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ കഥ പറയുന്നതിൻ്റെ സ്പിരിറ്റ് നിൽക്കും. പക്ഷെ അണ്ണൻ്റെ കണ്ണുകൾ കടലിലോട്ടാണ്. മീൻ വല്ലതും പോകുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടാണ് ആളെപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓടിപ്പോയി വീശിയതാണേ. ഒരു കണമ്പ് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീശും കഴിഞ്ഞ് നമ്മൾ പോവുകയാണേ. അണ്ണം വലയൊക്കെ ചുരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ കാണിച്ചു തരാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറേ നേരം നിന്ന് വീശിയായിരുന്നു. വെയിൽ കൊണ്ട് കരിഞ്ഞ് കത്തിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം വീശിയിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ നമുക്ക് കുറച്ച് വെയിൽ
കൊണ്ടാൽ എന്താ, കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ടേ. ഞാൻ കാണിച്ചു തരാം. അതിലൊരു ചെറിയ കരിഞ്ച മീനുണ്ട് കേട്ടോ. കരിഞ്ച മീനുണ്ടേ. ഒരു ചെറിയ തരണമാണ് കിട്ടിയത്. ഒരുപാട് വലുത് കിട്ടിയായിരുന്നു, അതെല്ലാം അങ്ങനെ ഒരു ചെറു തരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും കണമ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ.